മെയ് 11 ഈസ്റ്റർ സീസണിലെ 6-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 15:26 മുതൽ 16:4 വരെ വാക്യങ്ങൾ. എല്ലാത്തിനും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ സ്വർഗ കവാടത്തിലെത്തിയപ്പോൾ താൻ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് അയാൾ സ്തബ്ധനായി. ഉടനെ തന്നെ ലൂസിഫർ നരകത്തിൽ നിന്ന് വന്നു ആ മനുഷ്യനെ തോളിൽ കയറ്റി തിരികെ പോകുന്നു. ഇത്രയും നല്ല ഒരു വ്യക്തിയെ നരകത്തിലേക്ക് വിധിച്ചതിന് ദൈവത്തെ ശപിക്കാൻ ലൂസിഫർ ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ മനുഷ്യനാകട്ടെ ദൈവത്തെ സ്തുതിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ദൈവം തന്നെ നടക്കാൻ അനുവദിക്കാതെ പകരം ലൂസിഫറിന്റെ തോളിൽ കയറ്റിക്കൊണ്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞ് അയാൾ ദൈവത്തെ സ്തുതിച്ചു. പ്രകോപിതനായ ലൂസിഫർ അവനെ വീണ്ടും സ്വർഗ കവാടത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. അപ്പോൾ വിശുദ്ധ പത്രോസ് ആ മനുഷ്യനോട് പറഞ്ഞു, നീ നിന്റെ അവസാനത്തെ പരീക്ഷയിലും വിജയിച്ചു എന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അവർ തന്നെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുമെന്ന് പറയുന്നു. തന്നെ അനുഗമിക്കുന്നവരെ ശക്തിപ്പെടുത്തുകയും സത്യാത്മാവിൻ്റെ വരവിനെക്കുറിച്ചും അവൻ പറയുന്നു. അതേസമയം അവരുടെ വിശ്വാസം എപ്പോഴും സ്വാഗതം ചെയ്യപ്പെടില്ലെന്ന് അവൻ സത്യസന്ധമായി മുന്നറിയിപ്പ് നൽകുന്നു. എതിർപ്പും തെറ്റിദ്ധാരണയും പീഡനവും ഉണ്ടാകും. ആന്തരിക ധൈര്യം വളർത്തിയെടുക്കാനുള്ള ഒരു ക്ഷണമാണിത്. വിശ്വാസം എന്നത് നമ്മൾ സ്വകാര്യമായി എന്ത് വിശ്വസിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല, പിന്നെയോ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചും കൂടിയാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളപ്പോൾ. സത്യസന്ധതയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ സത്യസന്ധതയോടെ കഠിനമായ സാഹചര്യത്തിൽ അനുകമ്പയോ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വലിയ ഒന്നിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി മാറുന്നു. മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതം സംസാരിക്കുന്നു. ഭയമോ ജനപ്രീതിയോ അല്ല, സത്യവും സത്യസന്ധതയും വ്യക്തികളെ നയിക്കുന്ന ഒരു സമൂഹത്തെ സങ്കല്പിക്കുക. എളുപ്പ വഴിയല്ലെങ്കിൽ പോലും നന്മയിൽ ഉറച്ചു നിൽക്കാൻ ആളുകൾ തയ്യാറുള്ളിടത്ത് അത്തരമൊരു ലോകം കൂടുതൽ വിശ്വാസവും ആഴമേറിയ ബഹുമാനവും കൂടുതൽ ആധികാരിക ബന്ധങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തും. കോപത്തിൽ നിന്നല്ല, മറിച്ച് ശരിയായതിനായുള്ള യഥാർത്ഥ ആഗ്രഹത്തിൽ നിന്ന് നീതി പിന്തുടരുന്ന ഒരു ലോകമായിരിക്കും അത്. ഈ ലോകത്ത് യേശുവിൻ്റെ ദൃശ്യ സാന്നിധ്യമാകാൻ നമ്മെ അവിടുന്ന് വിളിക്കുന്നു. നാം പങ്കിടുന്ന സ്നേഹം, നാം പരിശീലിക്കുന്ന വിനയം, നാം കാണിക്കുന്ന സൗമ്യത, മറ്റുള്ളവരോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന അനുകമ്പ എന്നിവയിലൂടെയാണ് ആളുകൾ ക്രിസ്തുവിനെ അറിയുന്നത്. പ്രത്യേകിച്ച് വേദനിക്കുന്നവരോ മറന്നുപോയവരോ നഷ്ടപ്പെട്ടവരോ ആയവരോട് ലളിതവും എന്നാൽ അർത്ഥവത്തായതുമായ പ്രവൃത്തികളിലൂടെ അവരോടൊപ്പം നടക്കുമ്പോൾ അവർ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവ് നയിക്കാൻ അനുവദിച്ചുകൊണ്ട് എല്ലാ ദിവസവും യേശുവിനെ പോലെ ജീവിക്കാൻ നമുക്ക് നിരന്തരം പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.